പാഠം 707 പുലിവാലാകുന്ന തീരുമാനങ്ങൾ. ഹലോ, വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ ജോണിക്കുടെ കേസിന്റെ ഫയൽ നീ നോക്കിക്കോളേ. നാളെങ്കിലും കേസ് ഫയൽ ചെയ്തേ പറ്റൂ. 1-2 കടലാസുകൾ ശരിയാക്കാനുണ്ട്. അതൊന്ന് ശരിയാക്കിക്കൊണ്ട് വരണമെന്ന് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ട്. രാവിലെ പുള്ളിക്കാരൻ വക്കീൽ ഓഫീസിലേക്ക് എത്തുമായിരിക്കും. നീ ഒന്ന് സംസാരിക്കേ. ഞാൻ വരാൻ കുറച്ച് വൈകും. ഇവിടെ ഒരുപാട് ജോലിയുണ്ട് ചെയ്തു തീർക്കാൻ. എന്റെ അവസ്ഥ നിനക്കറിയാലോ. സകല ജോലികൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. മോഹനേട്ടന് ഒരു ഒറ്റ സഹായം പോലും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും പറ്റുന്നിടത്തോളം ഞാൻ നേരത്തെ വരാം. ശരി. ഭർത്താവിനെ പറ്റി അന്യരോട് അനാവശ്യം പറയുന്നത് വളരെ വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ്. ഞാൻ അനാവശ്യം ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഒന്ന് സഹായിക്കും മോഹനേട്ടാന്ന് ഞാൻ രാവിലെ തൊട്ട് പറയല്ലേ. എന്നിട്ട് മോഹനേട്ടത് മൈൻഡ് ചെയ്തോ? അയ്യോ, കൂടുതൽ വലിയ സഹായം ഒന്നും ഞാൻ ചോദിച്ചില്ല. അടുക്കളയിലെ പാത്രങ്ങളൊന്ന് കഴുകി തരണം, മുറ്റത്തെ ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കണം, മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ മോഹനേട്ടൻ കേട്ടായിരുന്നോ? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അടുക്കളയിൽ പാത്രം കഴുകലല്ല എന്റെ ജോലി. ഞാൻ ഒരു വക്കീലാണ്. എന്റെ ജോലിയും ഈ പാത്രം കഴുകലല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? പക്ഷെ നീ ഒരു ഭാര്യയാണ്. അതുകൊണ്ട് എന്താണ്? ഭാര്യയാണ് പാത്രം കഴുകേണ്ടതെന്ന് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? മുറ്റത്ത് ആ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ദിവസം 3 ഇന്നും കൂടെ അതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലേ വൈകിട്ടാകുമ്പോഴേക്കും അതിങ്ങനെ വാടി കിടക്കുന്നത് കാണാം. അവസാനം അത് വാടിയിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയാൻ നല്ല മിടുക്കായിരിക്കും. അതിന് പകുതി പ്രയാസമല്ലേ ഉള്ളൂ അതിനൊന്ന് വെള്ളം ഒഴിക്കാൻ. അതൊന്നും എന്റെ മോഹനേട്ടന് പറ്റൂല. എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കുക എന്ന് പറയുന്നത് മോഹനേട്ടന് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. സ്നേഹം കുറച്ചെങ്കിലും ഉണ്ടെങ്കിലല്ലേ സഹായിക്കാൻ മനസ്സ് വരും. എന്നിട്ട് ഞാനത് വിദ്യയോട് പറഞ്ഞത് വലിയ കുറ്റമായി പോയി. വിദ്യയോട് മാത്രമല്ല, ഞാൻ ഇനി കാണുന്ന സകല ആളുകളോട് പറയും. നോക്കിയോ, എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നാണോ നീ പറയുന്നത്? മോഹനേട്ടാ, വെറുതെ എന്റെ പുറകെ നടന്ന് മെനക്കെടുത്തൊന്ന് പോകാൻ നോക്കണ്ടോ? മോഹനേട്ട ഷർട്ട് മണി ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് വേഗം ആഫീസ് പോകാൻ നോക്ക്. എനിക്കിവിടെ 100 പണിയുണ്ട്. ഈ കേസ് ബാധിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 100 ജോണിക്കുട്ടിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടാനേ പോകുന്നില്ല. ഞാനും മോഹനേട്ടൻ തമ്മിൽ ഒരു ഉഗ്രൻ വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുക. ഇനി ജന്മത്ത് എനിക്കൊരു സഹായം ചെയ്തിട്ടില്ലെന്നാണ് മോഹനേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഒരു വഴിയുണ്ട്. ഉത്തമൻ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് കാര്യം സാധിക്കാൻ പറ്റുമോ നോക്ക്. ജോണിക്കുട്ടിയുടെ വക്കീല് ഞാനാണെന്ന് ഒരു കാരണവശാലും പറയരുത്. വേറെ ഏതെങ്കിലും വക്കീലിന്റെ പേര് പറഞ്ഞോളൂ. വേറെ ഒരു വഴിയില്ല ഉത്തമ. ഞാൻ ആ ഭാഗത്തേക്കേ വരില്ല. ഉത്തമനെ എന്തെങ്കിലും പറഞ്ഞ് കാര്യം സാധിക്കൂ. മോഹനേട്ടനെ പൂഴ്ത്തുകയോ എന്നെ കുറ്റപ്പെടുത്തുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തു. മോഹനേട്ടൻ എങ്ങനെ കയ്യിലെടുക്കാമെന്ന് എന്നെക്കാൾ നന്നായിട്ട് ഉത്തമൻ അറിഞ്ഞൂടെ? ചെല്ലേ, നമ്മൾ തമ്മിൽ കാണിക്കോ സംസാരിക്കോ ചെയ്തിട്ടില്ല. ഞാൻ അടുക്കളയില. ഓക്കെ? ഈശ്വര, എന്ത് പറഞ്ഞ കാട്ടുപോത്തിനെ വീഴിക്കും. സാറേ, നമസ്കാരം സാർ. സാർ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോവുകയാണോ? ഇന്ന് നേരത്തെയാണെന്ന് തോന്നുന്നല്ലോ. കുറച്ച് നേരത്തെയാണ്. പോകുന്ന വഴി കൃഷ്ണൻകുട്ടിയുടെ ചായക്കട കയറി എന്തെങ്കിലും കഴിക്കണം. അതെന്ത് പറ്റി സാറേ? വക്കീൽ ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ട്. പക്ഷേ അവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി ഇരിക്കുക. എന്താ സാറേ, രാവിലെ എന്തോ വഴക്കുണ്ടായതുപോലെ തോന്നുന്നല്ലോ. ഉത്തമ, സാറേ, ഞാൻ കൃത്യനിഷ്ഠയോടും സത്യസന്ധമായും ജോലി ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. ഉത്തമൻ അറിയാലോ. പിന്നെ കൊള്ള. അതുകൊണ്ടല്ലേ സാറിനെ നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമല്ല എന്ന് ഉത്തമൻ അറിയാം. എന്റെ പൊന്നെ, ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ ആരാ? അങ്ങനെയുള്ള ഞാൻ ഓഫീസ് ജോലിക്ക് പുറമെ വീട്ടുജോലിയൂടെ ചെയ്യണോന്ന് പറഞ്ഞാൽ നടക്കോ? വക്കീൽ അങ്ങനെ പറഞ്ഞു. ഞാൻ അവൾക്ക് പാത്രം കഴുകി കൊടുക്കണമെന്ന്, മുറ്റത്തെ ചെടിക്ക് ഞാൻ വെള്ളം അടിക്കണമെന്ന്. ആ കേസ് വാദിക്കുന്നത് സെബാസ്റ്റ്യൻ വക്കീലാണ്. സെബാസ്റ്റ്യൻ വക്കീലോ? അതെ. ഉത്തമന് നിന്നെ വലിയ ബഹുമാനമാണ്. ഏത് കേസ് വന്നാലും നിനക്കത് പിടിച്ചു തരും എന്നൊക്കെയാണല്ലോ നിന്റെ ധാരണ.
പക്ഷേ ഒരു നല്ല കേസ് വന്നപ്പോ ഉത്തമൻ അത് സെബാസ്റ്റ്യൻ വക്കീലിനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ടാ? എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം. നീ ആ കേസ് വാദിച്ചാൽ ജയിക്കുമോ എന്ന് ഉത്തമന് പോലും സംശയം. അതായത് നീ പറയുന്നത് പോലെ കക്ഷികളൊക്കെ വളരെ വിശ്വാസത്തോടും ബഹുമാനത്തോടും കാണുന്ന ഒരു വക്കീലല്ല നീ. നീ ഒരു ഭയങ്കര വക്കീലാണെന്നത് നിനക്ക് മാത്രം തോന്നുന്ന കാര്യമാണ്. ഇത്രയും അടുപ്പമുള്ള ഉത്തമന് പോലും നിന്നെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് മറ്റുള്ളവർ നിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇതാണോ ഇത്ര വലിയ കാര്യം? ഓരോ കേസ് വരുമ്പോ ഓരോരോ വക്കീലന്മാരെ ഏൽപ്പിക്കും. അല്ലാതെ ഈ നാട്ടിലെ സകല കേസുകളും മതിക്ക് എന്നെ കൊണ്ട് പറ്റുമോ? നിനക്ക് അങ്ങനെ ഒരുപാട് കേസൊന്നും ഇല്ലല്ലോ. എന്നിട്ടും ഉത്തമൻ നിന്നെ ഒഴിവാക്കി. ആമേ, ഇനിയെങ്കിലും ഈ അഹങ്കാരം ഒന്ന് കുറച്ച് അടക്കവും ഒതുക്കവും ഉള്ളൊരു ഭാര്യയായി ജീവിക്കാൻ പഠിക്കും. കാരണം നാട്ടുകാരുടെ മുന്നിൽ എനിക്കുള്ള വില നിനക്കില്ല. ഈ കേസ് നിനക്ക് പിടിച്ചു തന്നില്ലെങ്കിലും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഉത്തമൻ എന്റെ അടുത്തേക്ക് വന്നു. അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം. അത് മോഹനേട്ടന്റെ കേമത്തെ കൊണ്ടൊന്നും അല്ല. ഈ നാട്ടിൽ ഒരു വില്ലേജ് ആഫീസും ഒരു ഓഫീസറും അല്ലേ ഉള്ളൂ. ആ ഓഫീസർ ഏത് കോന്തനായാലും നാട്ടുകാർക്ക് അയാളെ പോയി കണ്ടല്ലേ പറ്റൂ.